عليه دوما صلاة الله يسلم لرسول الله عليه دوما صلاة الله يسلم لرسول الله مرحبا أهلا وسهلا مرحبا أهلا وسهلا يا حبيبي يا حبيبي يا حبيبي يا حبيبي. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും റസീൻ മീഡിയയുടെ മാസങ്ങളോളം നീണ്ട ഇശൽ മാഇദ എന്ന ഇസ്ലാമിക ഇശലിന്റെ വിരുന്നിന്റെ ഫലപ്രഖ്യാപന ഘട്ടത്തിലേക്ക് ഹൃദയംഗമായ സ്വാഗതം. മർഹബൻ അഹ്ലൻ വസഹ്ലൻ. കൂടുതൽ വളച്ച് നീട്ടലുകളില്ലാതെ എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്, ആകാംക്ഷയിലാണ്. അതുകൊണ്ട് തന്നെ ഫലപ്രഖ്യാപനത്തിലേക്ക് കടക്കുകയാണ്. ഏറ്റവും ആദ്യം വോട്ടിംഗിലൂടെ പ്രിയപ്പെട്ട ഗായകർ നേടിയ മാർക്ക് നമുക്ക് പരിശോധിക്കാം. 1500ഓളം വോട്ടുകൾ രേഖപ്പെടുത്തപ്പെട്ടപ്പോൾ ഏറ്റവും അധികം വോട്ടുകൾ നേടി 669 വോട്ടുകൾ നേടി ചെസ് നമ്പർ 3 ഹാഫിസ് ഹുദൈഫ ഹുസൈനി കോട്ടയം 20 മാർക്കോടെ വോട്ടിംഗിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയുണ്ടായി. ശേഷം ചെസ് നമ്പർ 1 ഹാഫിസ് മൂസ ഖലീൽ കശാഫി തൊടുപുഴ 334 മാർക്കുകൾ വോട്ടുകൾ നേടി 16 മാർക്ക് കരസ്ഥമാക്കി വോട്ടിംഗിലെ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുകയുണ്ടായി. ചെസ് നമ്പർ 4 മുഹമ്മദ് സിനാൻ കൊല്ലമാണ് വോട്ടിംഗിൽ മൂന്നാം സ്ഥാനത്ത് 272 വോട്ടുകൾ നേടി 12 മാർക്കോടെ മൂന്നാം സ്ഥാനം വോട്ടിംഗിൽ. നാലാം സ്ഥാനത്തുള്ളത് ചെസ് നമ്പർ 6 ഷഹനാസ് പനച്ചമൂട് 132 വോട്ടുകൾ നേടി 8 പോയിന്റ് കരസ്ഥമാക്കി വോട്ടിംഗിലെ നാലാം സ്ഥാനം കരസ്ഥമാക്കുകയുണ്ടായി. ശേഷം ചെസ് നമ്പർ 2 അൽ അമീൻ കൊല്ലം 107 വോട്ടുകളും ചെസ് നമ്പർ 5 സിദ്നാൻ താജ് കണ്ണൂർ 28 വോട്ടുകളും നേടി 4 മാർക്ക് വീതം കരസ്ഥമാക്കി വോട്ടിംഗിലെ അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കുകയുണ്ടായി. ചുരുക്കത്തിൽ വോട്ടിംഗിൽ ഒന്നാം സ്ഥാനം ഹുദൈഫ 20 മാർക്ക്, മൂസ ഖലീൽ കശാഫി 16 മാർക്ക്, സിനാൻ കൊല്ലം 12 മാർക്ക്, ഷഹനാസ് പനച്ചമൂട് 8 മാർക്ക്, അൽ അമീൻ കല്ലമ്പലം ആൻഡ് സിദ്നാൻ താജ് കണ്ണൂർ 4 മാർക്കുകൾ വീതം. ഇനി നാം പോകുന്നത് ആകാംക്ഷയോടെ നാം കാത്തിരിക്കുന്ന 3 വിധികർത്താക്കളുടെ അതിസൂക്ഷ്മമായ വിധിയെഴുത്തിലേക്ക്. ഇശൽ മാഇദയുടെ ഗ്രാൻഡ് ഫിനാലെ പോരാട്ട വേദിയിൽ മത്സരിച്ച 6 മത്സരാർത്ഥികളെ ചെസ് നമ്പർ 2 അൽ അമീൻ കല്ലമ്പലം വിധികർത്താക്കളിൽ നിന്നും നേടിയത് നോക്കാം. അൽ അമീൻ കല്ലമ്പലത്തിന് ഒന്നാമത്തെ വിധികർത്താവ് നൽകിയത് ഈണം 37 മാർക്ക്, 40, ശബ്ദഭംഗി 20-ൽ 11, അവതരണം 10-ൽ 8, ഉള്ളടക്കം 10-ൽ 10, ആകെ 66 മാർക്ക്. രണ്ടാമത്തെ വിധികർത്താവ് നൽകിയത് ഈണം 30, ശബ്ദഭംഗി 12, അവതരണം 6, ഉള്ളടക്കം 7, ആകെ 55 മാർക്ക്. മൂന്നാമത്തെ വിധികർത്താവ് നൽകിയത് ഈണം 34, ശബ്ദഭംഗി 18, അവതരണം 7, ഉള്ളടക്കം 8, ആകെ 67 മാർക്ക്. വിധികർത്താക്കളിൽ നിന്നും അൽ അമീൻ കല്ലമ്പലം നേടിയത് 188 മാർക്കുകളാണ്. ഒപ്പം വോട്ടിംഗിലൂടെ നേടിയ 4 മാർക്ക് 188 പ്ലസ് 4 192 മാർക്കുകളാണ്. അൽ അമീൻ കല്ലമ്പലം 260 മാർക്കിൽ 192 മാർക്കാണ് അൽ അമീൻ കല്ലമ്പലം ആകെ നേടിയത്. 192 മാർക്കുകളുമായി ഇശൽ മാഇദയുടെ ആവേശകരമായ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ
5ാം സ്ഥാനം കരസ്ഥമാക്കിയ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അൽ അമീൻ കല്ലമ്പലത്തിന് റസീൻ മീഡിയയുടെ 1000 അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങൾ. ലോകരൊന്നാകെ പുകളോതും തിരുദൂതരെ, ലോകരൊന്നാകെ പുകളോതും തിരുദൂതരെ, അകലെ പുണ്യമദീനത്ത് അകതാരില്ലാശ്രയമുറ്റ 6 പേരിൽ ഇനി അവശേഷിക്കുന്നത് 5 പേരാണ്. ആവേശകരമായ ഗ്രാൻഡ് ഫിനാലെ പോരാട്ട വേദിയിൽ മത്സരിച്ച ചെസ് നമ്പർ 6 ഷഹനാസ് പനച്ചമൂട് വിധികർത്താക്കളിൽ നിന്നും നേടിയത് 1ാമത്തെ വിധികർത്താവ് നൽകിയത് ഈണം 40-36, ശബ്ദഭംഗി 20-14, അവതരണം 10-6, ഉള്ളടക്കം 10-10, ആകെ 66 പോയിന്റ്. 2ാമത്തെ വിധികർത്താവ് നൽകിയത് ഈണം 37, ശബ്ദഭംഗി 16, അവതരണം 10, ഉള്ളടക്കം 10, 72 മാർക്ക്. 3ാമത്തെ വിധികർത്താവ് നൽകിയത് ഈണം 35, ശബ്ദഭംഗി 17, അവതരണം 7, ഉള്ളടക്കം 6, ആകെ 65 മാർക്ക്. 3 വിധികർത്താക്കളിൽ നിന്നായി ഷഹനാസ് പനച്ചമൂട് കരസ്ഥമാക്കിയത് 203 മാർക്കുകളാണ്. ഒപ്പം വോട്ടിംഗിലൂടെ നേടിയ 8 മാർക്ക് 203+8 260-ൽ 211 മാർക്കുകളുമായി ഇശൽ മാഇദയുടെ പോരാട്ട മത്സര വീതിയിൽ 4ാം സ്ഥാനം കരസ്ഥമാക്കിയ ഷഹനാസ് പനച്ചമൂടിന് റസീൻ മീഡിയയുടെ 1000 അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങൾ. ഏറ്റം സുഖമെന്റെ മനസ്സിനിപ്പോൾ, നേരം കളയാതെ അറുക്ക് ബാപ്പ, നേരെ പിടിവാൾ വച്ചറുക്ക് ബാപ്പ. അവശേഷിക്കുന്ന 4 മത്സരാർത്ഥികളിൽ 3 സ്ഥാനങ്ങൾ വിഭജിക്കപ്പെടുമെന്ന് നമുക്ക് ഏകദേശം ധാരണയായി കാണും. ഇനിയുള്ള 4 പേരെ പരിശോധിക്കും. ചെസ് നമ്പർ 4 മുഹമ്മദ് സിനാൻ കൊല്ലം വിധികർത്താക്കളിൽ നിന്നും നേടിയത് 1ാമത്തെ വിധികർത്താവ് നൽകിയത് ഈണം 40-38, ശബ്ദഭംഗി 20-17, അവതരണം 10-9.5, ഉള്ളടക്കം 10-10, ആകെ 74.5, 74.5 മാർക്ക്. 2ാമത്തെ വിധികർത്താവ് നൽകിയത് ഈണം 35, ശബ്ദഭംഗി 14, അവതരണം 7, ഉള്ളടക്കം 10, ആകെ 66 മാർക്ക്. 3ാമത്തെ വിധികർത്താവ് നൽകിയത് ഈണം 33, ശബ്ദഭംഗി 16, അവതരണം 6, ഉള്ളടക്കം 6, ആകെ 61 മാർക്ക്. 3 വിധികർത്താക്കളിൽ നിന്നായി മുഹമ്മദ് സിനാൻ കൊല്ലം കരസ്ഥമാക്കിയത് 201.5 മാർക്ക് പ്ലസ് വോട്ടിംഗിലൂടെ നേടിയ 12 മാർക്ക് 260-ൽ 213.5 മാർക്ക് നേടിക്കൊണ്ട് ആവേശകരമായ ഈ പോരാട്ടത്തിൽ റസീൻ മീഡിയയുടെ ഇശൽ മാഇദ എന്ന ഇശൽ വിരുന്നിന്റെ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ 3ാം സ്ഥാനക്കാരൻ, 3rd പൊസിഷൻ കരസ്ഥമാക്കിയ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മുഹമ്മദ് സിനാൻ അയത്തിൽ കൊല്ലം റസീൻ മീഡിയയുടെ 1000 അനുമോദനങ്ങൾ, ആശംസകൾ, അഭിനന്ദനങ്ങൾ. ശ്രേഷ്ഠേജരാജരങ്ങൾക്കും ഹേരുവേ അതിശയരാജാവേ ആദരജേതാവേ ആശ്രയദാതാവേ ത്വാഹവേ സർവം വാഴ്ത്തുന്ന സ്നേഹം പാടുന്ന സുൽത്താനാകുന്ന നബിയോരേ. 3 മത്സരാർത്ഥികളും 2 സ്ഥാനവും ഇനി അവശേഷിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ വളരെ ആവേശകരമായ പോരാട്ടങ്ങൾ കാഴ്ചവെച്ച പ്രിയപ്പെട്ട 3 കൂട്ടുകാർ
സിദ്നാൻ താജ് കണ്ണൂർ, ഹാഫിസ് ഹുദൈഫ ഹുസൈനി കോട്ടയം, ഹാഫിസ് മൂസ ഖലീൽ കശാഫി തൊടുപുഴ. റസീൻ മീഡിയയുടെ ഇശൽ മാഇദയുടെ മുഴുവൻ പ്രേക്ഷകരുടെയും ശ്രദ്ധയാകർഷിച്ച, ഹൃദയങ്ങളെ കീഴടക്കിയ ഇമ്പകരമായ ഗാനാലാപനങ്ങൾ കൊണ്ട് നമ്മുടെ മനം കവർന്ന 3 മത്സരാർത്ഥികളിൽ ആർക്കാണ് 1-ാം സ്ഥാനം, ആർക്കാണ് 2-ാം സ്ഥാനം? ആവേശകരമായ ഫൈനൽ പോരാട്ടത്തിലെ മത്സരത്തിൽ മാറ്റുരച്ച ചെസ് നമ്പർ 1 മൂസ ഖലീൽ കശാഫി തൊടുപുഴ വിധികർത്താക്കളിൽ നിന്നും നേടിയത് 1-ാമത്തെ വിധികർത്താവിൽ നിന്നും ഈണം 40-ൽ 37, ശബ്ദഭംഗി 20-ൽ 14, അവതരണം 10-ൽ 6, ഉള്ളടക്കം 10-ൽ 10, ആകെ 67 മാർക്ക്, 80-ൽ 67 മാർക്ക്. 2-ാമത്തെ വിധികർത്താവ് നൽകിയത് ഈണം 40, ശബ്ദഭംഗി 19, അവതരണം 10, ഉള്ളടക്കം 10, ആകെ 80-ൽ 79 മാർക്ക്. വെറും 1 മാർക്കിന്റെ കുറവാണ് 2-ാമത്തെ വിധികർത്താവ് നൽകിയത്. 3-ാമത്തെ വിധികർത്താവ് നൽകിയത് ഈണം 35, ശബ്ദഭംഗി 17, അവതരണം 9, ഉള്ളടക്കം 7, ആകെ 68 മാർക്ക്. 3 വിധികർത്താക്കളിൽ നിന്നായി ഹാഫിസ് മൂസ ഖലീൽ അൽ കശാഫി തൊടുപുഴ നേടിയത് 214 മാർക്കാണ്. ഒപ്പം വോട്ടിംഗിലെ 2-ാം സ്ഥാനക്കാരൻ എന്ന നിലയിൽ നേടിയ 16 മാർക്കുകൾ, ആകെ 260-ൽ 230 മാർക്കും കരസ്ഥമാക്കിക്കൊണ്ട് ആവേശകരമായ ഈ പോരാട്ടത്തിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മൂസ ഖലീൽ അൽ കശാഫി തൊടുപുഴയ്ക്ക് റസീൻ മീഡിയയുടെ ഹൃദയംഗമായ 1000 അനുമോദനത്തിന്റെ, അഭിനന്ദനത്തിന്റെ, ആശംസകളുടെ പൂച്ചെണ്ടുകൾ റസീൻ മീഡിയ നേരുകയാണ്. കാരുണ്യ കടലായോൻ മാപ്പ് നൽകിയിലേ, കൽബിൻ്റെ കോലായിൽ കിനാവിൻ്റെ മിഹ്റാബിൽ മരുപക്ഷി മദീനത്തെ മദ്ഹ് പാടി. തുടക്കം മുതൽ തന്നെ അതിശക്തമായ പ്രേക്ഷക പിന്തുണ നേടിയ ഹാഫിസ് ഹുദൈഫ ഹുസൈനി കോട്ടയത്തിന് വിധികർത്താക്കൾ നൽകിയ മാർക്കുകൾ: 1-ാമത്തെ വിധികർത്താവ് ഈണം 40-ൽ 39, ശബ്ദഭംഗി 20-ൽ 20, അവതരണം 10-ൽ 8, ഉള്ളടക്കം 10-ൽ 9, ആകെ 76 മാർക്ക്. 2-ാമത്തെ വിധികർത്താവ് നൽകിയത് ഈണം 39, ശബ്ദഭംഗി 16, അവതരണം 8, ഉള്ളടക്കം 10, ആകെ 73 മാർക്കുകൾ. 3-ാമത്തെ വിധികർത്താവ് നൽകിയത് ഈണം 31, ശബ്ദഭംഗി 17, അവതരണം 7, ഉള്ളടക്കം 6, ആകെ 61 മാർക്കുകൾ. 3 വിധികർത്താക്കളിൽ നിന്നായി ഹാഫിസ് ഹുദൈഫ ഹുസൈനി കോട്ടയം നേടിയത് 210 മാർക്കുകളാണ്. 210 മാർക്ക്. ഒപ്പം വോട്ടിംഗിലൂടെ അതിശക്തമായ പ്രേക്ഷക പിന്തുണ നേടിക്കൊണ്ട് 669 വോട്ടുകൾ നേടി 20 പോയിന്റും കരസ്ഥമാക്കി വോട്ടിംഗിലെ 1-ാം സ്ഥാനം. 210 പ്ലസ് 20 230 മാർക്ക് തന്നെ. ആവേശകരമായ ഈ പോരാട്ടത്തിൽ ഇശൽ മാഇദയുടെ മാസങ്ങളോളം നീണ്ടുനിന്ന സംഗീത വിരുന്നിൽ, ഇസ്ലാമിക ഇശലിന്റെ വിരുന്നിൽ 230 പോയിന്റുകളുമായി 1-ാം സ്ഥാനം നേടിയ ഹാഫിസ് ഹുദൈഫ അൽ ഹുസൈനി കോട്ടയത്തിന് റസീൻ മീഡിയയുടെ 1000 അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങൾ, ആശംസകൾ. താരങ്ങൾ പുഞ്ചിരി തൂകി തൗഹീദിൻ കാന്തിയുമേറി മക്ക മണൽ തരി പോലും സ്തുതി കീർത്തനങ്ങൾ പാടി തമസിന്റെ വ്യത്യസ്തമായ ഈരടികളുമായി പ്രേക്ഷകരുടെ ഹൃദയങ്ങൾക്ക് കുളിർമ പകർന്ന പ്രിയപ്പെട്ട ഗായകൻ, കൊച്ചു ഗായകൻ സിദ്നാൻ താജ് കണ്ണൂർ വിധികർത്താക്കളിൽ നിന്നും നേടിയ മാർക്ക് പരിശോധിക്കാം. 1-ാമത്തെ വിധികർത്താവ് നൽകിയത് ഈണം 40-ൽ 40, ശബ്ദഭംഗി 20-ൽ 20, അവതരണം 10-ൽ 10, ഉള്ളടക്കം 10-ൽ 10,
ആകെ 80-80. ഒന്നാമത്തെ വിധികർത്താവ് തന്റെ മുഴുവൻ മാർക്കുകളും സിദ്നാൻ താജ് കണ്ണൂരിന് നൽകിയിരിക്കുന്നു. 80-80 മാർക്ക്. രണ്ടാമത്തെ വിധികർത്താവ് ഈണം 33, ശബ്ദഭംഗി 14, അവതരണം 6, ഉള്ളടക്കം 8, ആകെ 61 മാർക്ക്. മൂന്നാമത്തെ വിധികർത്താവ് ഈണം 38, ശബ്ദഭംഗി 20, അവതരണം 7, ഉള്ളടക്കം 9, ആകെ 74 മാർക്ക്. 3 വിധികർത്താക്കളിൽ നിന്നായി ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയത് സിദ്നാൻ താജ് കണ്ണൂരാണ്. ഒപ്പം വോട്ടിംഗിലൂടെ നേടിയ 4 മാർക്ക്. ആകെ 260-ൽ 219 മാർക്കുമായി ആവേശകരമായ ഈ പോരാട്ടത്തിന്റെ 2ാം സ്ഥാനം നേടിയ പ്രിയപ്പെട്ട ഗായകൻ, പാട്ടുകാരൻ സിദ്നാൻ താജ് കണ്ണൂരിന് റസീൻ മീഡിയയുടെ 1000 അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങൾ, ആശംസകൾ. ബിന്ദം തോഷമതിം താശമതാൽ അരികുരിൽ അരുമയിൽ മുഷവറത്താലെ കൂടിടലായി മദിനേശം തേരുതാത്തിനകം പൊരുളറിവിച്ച്. അതുപോലെ 2ാം റൗണ്ട് മുതൽ ഉള്ള മത്സരങ്ങളിൽ ഞങ്ങളുടെ എളിയ അഭ്യർത്ഥന മാനിച്ച് തങ്ങളുടെ വിലപ്പെട്ട സമയങ്ങൾ മാറ്റിവെച്ച് ഈ മത്സരങ്ങൾക്ക് വിധി നിർണയം നടത്തിയ പ്രിയപ്പെട്ട വിനീതന്റെ 3 കൂട്ടുകാർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, 3 പണ്ഡിത മഹത്തുക്കൾ, അവർക്കും റസീൻ മീഡിയയുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും നിങ്ങളുടെ സഹകരണങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ഇടപെടലുകൾ ഞങ്ങൾക്ക് വളരെയധികം പ്രചോദനം ചെയ്തിട്ടുണ്ട്. ആ 3 പേർ ഒന്നാമത്തെ വിധികർത്താവായിരുന്ന ദാറുൽ ഉലൂം ഐനുൽ ഹുദ ദുആ ഇന്റർനാഷണൽ കോളേജ് നിലമ്പൂരിലെ ഹിഫ്സ് വിഭാഗത്തിലെ പ്രധാന അധ്യാപകനായ, ഒപ്പം തന്നെ സ്വന്തമായി ഗാനം രചിക്കുകയും വളരെ മനോഹരമായി അത് ആലപിക്കുകയും ചെയ്ത അറിയപ്പെട്ട ഗായകനും കൂടിയായ ഉസ്താദ് ഷാഇർ മൗലവി അൻ-നജ്മി നിലമ്പൂർ. രണ്ടാമത്തെ വിധികർത്താവായിരുന്ന ഓച്ചിറ ദാറുൽ ഉലൂം അൽ ഇസ്ലാമിയയിലെ പ്രധാന അധ്യാപകൻ ഉസ്താദ് ഹാഫിസ് ഉസാമ മൗലവി അൽ ഹസനി അൻ-നദ്വി. മൂന്നാമത്തെ വിധികർത്താവായിരുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ബാലരാമപുരം വലിയ ജുമാ മസ്ജിദിലെ ഇമാമും കൂടിയായ ഉസ്താദ് ഹാഫിസ് അബ്ദുൽ വാജിദ് മൗലവി അൽ ഹുസ്നി എന്നീ 3 പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക്, സഹോദരങ്ങൾക്ക് റസീൻ മീഡിയയുടെ വിനീതന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ കൃതജ്ഞതയും ഹൃദയംഗമായ നന്ദിയും രേഖപ്പെടുത്തുന്നു. അള്ളാഹു നിങ്ങളുടെ ഈ സഹകരണത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ സ്വീകരിക്കുമാറാവട്ടെ. തുടർന്നും ഇനിയുള്ള മത്സരം വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇശൽ മാഇദയുടെ ഒരു സീസൺ 2 ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അവസരങ്ങളെല്ലാം വന്നതിന് ശേഷം വർഷത്തിലൊരിക്കലെങ്കിലും നടത്തണമെന്ന ആഗ്രഹമുണ്ട്. അതിലും നിങ്ങളുടെ വിലയേറിയ സഹകരണങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. അതിനായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ആകാംക്ഷയോടെ കാത്തിരുന്ന ഈ ഫലപ്രഖ്യാപനം അവസാനിക്കുമ്പോൾ മാസങ്ങളായി നീണ്ടുനിന്ന ആവേശോജ്വലമായ ഈ ഇശലിന്റെ വിരുന്നിന് വിരാമം കുറിക്കുമ്പോൾ ഇതിന്റെ വിജയ കിരീടം ചൂടിയ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരിക്കൽ കൂടി പരിചയപ്പെടാം. 230 പോയിന്റുകളുമായി ഹാഫിസ് മൂസ ഖലീൽ അൽ കശാഫി തൊടുപുഴ ആൻഡ് ഹാഫിസ് ഹുദൈഫ അൽ ഹുസൈനി കോട്ടയം രണ്ടുപേരും 1ാം സ്ഥാനം പങ്കിട്ടിരിക്കുന്നു. 219 പോയിന്റുകളുമായി സിദ്നാൻ താജ് കണ്ണൂർ 2ാം സ്ഥാനം. 213.5 പോയിന്റുകളുമായി മുഹമ്മദ് സിനാൻ അയത്തിൽ കൊല്ലം 3ാം സ്ഥാനം. 211 പോയിന്റുമായി ഷഹനാസ് പനച്ചമൂട് 4ാം സ്ഥാനം. 192 പോയിന്റുകളുമായി അൽ അമീൻ കല്ലമ്പലം 5ാം സ്ഥാനം. പ്രിയപ്പെട്ട മുഴുവൻ മത്സരാർത്ഥികൾക്കും വിജയികൾക്കും അതുപോലെ ഈ മത്സരത്തിൽ ആദ്യം മുതലേ മത്സരിച്ച ധാരാളം കൂട്ടുകാർ, 30ഓളം കൂട്ടുകാർ
എല്ലാവർക്കും, അതുപോലെ റസീൻ മീഡിയയുടെ ഉടൻ വരുന്ന ഇശൽ മാഇദ സീസൺ 2ലേക്ക് മത്സരിക്കാനായി കാത്തിരിക്കുന്ന ഒത്തിരി പേർ ഈ മത്സരം തുടങ്ങിയപ്പോൾ മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിരുന്നു. പക്ഷേ രജിസ്ട്രേഷൻ അവസാനിച്ചതിന്റെ പേരിലാണ് അവസരം നൽകാൻ സാധിക്കാതെ വന്നത്. ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ, ഏറ്റവും ചുരുങ്ങിയത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇശൽ മാഇദ നടത്തണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു. അതിനായി പ്രേക്ഷകരുടെ പിന്തുണയും സഹകരണവും അവരുടെ പ്രോത്സാഹനവും നിങ്ങളുടെ സ്പോൺസറുകളും എല്ലാം പ്രതീക്ഷിക്കുന്നു. തുറന്നു പറയുകയാണ്, ഈ മത്സരത്തിന് വേണ്ടി സ്പോൺസർ ചെയ്ത ചില പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. അവരെ അകമഴിഞ്ഞ് അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈറ. അതുപോലെ ഇനിയും നിങ്ങളിൽ നിന്ന് പ്രോത്സാഹനം, സ്പോൺസറുകൾ അത് പ്രതീക്ഷിക്കുകയാണ്. നന്മയ്ക്ക് വേണ്ടി നല്ല നീയത്തിൽ ആർക്കും ഞങ്ങളുമായി സഹകരിക്കാവുന്നതാണ്. എല്ലാവർക്കും അതുപോലെ ഇതിൽ എല്ലാ നിലയിലുള്ള പിന്തുണ അറിയിച്ച് കമന്റുകളിലൂടെ, ലൈക്കിലൂടെ, പേഴ്സണലായുള്ള അഭിപ്രായങ്ങളിലൂടെ ഒത്തിരി ആളുകൾ നമ്മളോട് പിന്തുണ അറിയിച്ചിരുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി വീണ്ടും നിങ്ങളോട് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈറ. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല പ്രവൃത്തികളെയും സ്വീകരിക്കുമാറാവട്ടെ. പുതിയ വീഡിയോകളും അതുപോലെ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു പദ്ധതികളുമായി വീണ്ടും ഇൻഷാ അല്ലാഹ് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بشيرا مجيبا فاق كل